ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 8. ടീച്ചേഴ്സ് കോളേജിൽ. ഭാഗം 1. എനിക്ക് അധ്യാപക വൃത്തി തൊഴിലായി തിരഞ്ഞെടുത്തത് താവോ തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ചെപ്പക്കിലെ വിക്ടോറിയ ഹോസ്റ്റലിൻ്റെ ഗേറ്റും കടന്ന് ഞാൻ യാത്ര ചെയ്ത സൈക്കിൾ ട്രിപ്പിൾക്കെയിനും താണ്ടി മൗണ്ട് റോഡിലൂടെ നേരെ കിഴക്കോട്ട് വിസ്തൃതമായ തെരുവീഥിയിലൂടെ 12 മൈലോളം ഓടി മൗണ്ട് ഓഫ് സെയിൻറ്റ് തോമസിലെത്തി. മൗണ്ട് റോഡ് നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമാണ്. അവിടം ഇപ്പോൾ പഴയ കൊളോണിയൽ ഭാവമെല്ലാം മാറി തികച്ചും അധുനാതനമായ വൈശിഷ്ട്യവും സുഭഗതയുമുള്ളതല്ലെങ്കിലും ആധുനിക ഛായയുള്ളതായി മാറിയിട്ടുണ്ട്. നഗരപ്രാന്തവും പിന്നിട്ട് ഞാൻ സഞ്ചരിക്കുകയാണ്, മൂകമായ ആ വാഹനത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക്. അതിന് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവിടാൻ അനുവദിച്ചുകൊണ്ട്. അധികം താമസിയാതെ ടീച്ചേഴ്സ് കോളേജിൻ്റെ പഴയ മാതൃകയിലുള്ള വെള്ള പൂശിയ ഇടുപ്പുകൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അധ്യാപക വൃത്തിക്ക് വേണ്ടിയുള്ള ശരിയായ യോഗ്യതകൾ സമ്പാദിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യയിലെ ഒട്ടധികം ആളുകൾ ഇതിൻ്റെ പടിവാതിൽ കടന്നിട്ടുണ്ടാവണം. അക്കാലത്തെ എല്ലാ ബിരുദധാരികളും സ്വപ്നം കണ്ടിരുന്നത് പോലെ മെയ്യനങ്ങാത്ത ഏതെങ്കിലും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവരെ പ്രലോഭിപ്പിക്കാത്ത അനാകർഷകമായ ഒരു തൊഴിലായിരുന്നു അധ്യാപക വൃത്തി. ആ എടുപ്പുകളുടെ വൃത്താകൃതിയിലുള്ള മാളിക ഭാഗങ്ങൾ റിനൈസാൻസ്, ബൈസാൻറ്റിയൻ, ഗോഥിക്, മുഗൾ ഈ എല്ലാ രീതികളുടെയും കൂടി ഒരു സങ്കരമായിരുന്നു. വളച്ചുവാതിലുകളും തൂണുകളും വച്ചിരിക്കുന്നതിൽ ഒരു കലാബോധവുമില്ല. വാസ്തുവിദ്യയിലെ താണ നിലവാരത്തിന് അതൊരു നല്ല ഉദാഹരണമായിരുന്നു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീശത്വത്തിൻ്റെ അന്തരീക്ഷം മാറാതെ അവശേഷിച്ചിരുന്ന അന്നത്തെ കാലത്ത് അതൊക്കെ മതിയായിരുന്നു. കൊളോണിയലിസം പുലരേണ്ടത് ചില പ്രത്യേക ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. അതിന് വേണ്ടതൊക്കെ സൂക്ഷ്മവും വക്രവുമായ രീതിയിൽ ഒരുക്കി കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ നയമാണ്. ഞാൻ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സ്ഥാപനം എന്നെ ഒരു പ്രബോധകനാക്കി മാറ്റാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാലും വാസ്തവത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്ന യന്ത്രത്തിൽ കൂടി വാർത്തെടുക്കുന്ന സാമ്രാജ്യത്തിൻ്റെ ഉടലാകമാനമുണ്ടായിരുന്ന പല ആകൃതിയിലുമുള്ള പഴുതുകൾ അടയ്ക്കാൻ ഉപയോഗിക്കാവുന്ന മനുഷ്യയന്ത്രങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് എന്നതിൽ കവിഞ്ഞ ഒന്നുമായിരുന്നില്ല അത്. ഇന്ത്യയിലോ ബർമ്മയിലോ സിലോണിലോ തെക്കേ ആഫ്രിക്കയിലോ കിഴക്കേ ആഫ്രിക്കയിലോ എവിടെയായാലും ആവശ്യാനുസരണം കയറ്റി അയക്കത്തക്കവണ്ണം ഈ ചരക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആന്തരികമായ അവസ്ഥ വെച്ച് നോക്കിയാലും ബാഹ്യമായ വ്യാപാരങ്ങൾ വെച്ച് നോക്കിയാലും 1921-22 അധ്യയന വർഷത്തിൽ ടീച്ചേഴ്സ് കോളേജിൽ എനിക്ക് കഴിയേണ്ടി വന്ന ഘട്ടത്തിന് പ്രത്യേകമായൊരു അധ്യായത്തിൻ്റെ പ്രാധാന്യമുണ്ട്. നഗരപ്രാന്തത്തിന് പുറത്തുള്ള നാട്ടിൻ പുറത്തിൻ്റെ സ്വഭാവം അവിടെ നിലനിന്നിരുന്നു. സംശയിക്കേണ്ട വിഷവാതകങ്ങളോ പുകയോ ഒന്നുമില്ലാത്ത ശുദ്ധവായു അവിടെ ശ്വസിക്കാൻ ധാരാളം കിട്ടും. രാസവസ്തുക്കൾ കലർന്ന് പ്രായേണ സംശയിക്കപ്പെടേണ്ട തരത്തിൽ നഗരത്തിൽ ലഭിക്കുന്ന വെള്ളത്തിന് പകരം നിർമ്മലമായ കിണറ്റ് വെള്ളം അവിടെ കുടിക്കാൻ സുലഭമാണ്. ടീച്ചേഴ്സ് കോളേജിൻ്റെ സമീപത്തുകൂടി ഒരു അരുവിയും ഒഴുകുന്നുണ്ട്. വേണമെങ്കിൽ വല്ലപ്പോഴും അവിടെ പോയി കുളിക്കാം. വെള്ളത്തിൽ അല്പം ഓരു പുളിയും ഒഴുക്ക് കുറവുമായിരുന്നതിനാൽ അതത്ര ആകർഷകമായി തോന്നുകയില്ലെന്നേ ഉള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ ഒഴിവു സമയം ധാരാളമുണ്ട്. അപ്പോൾ ചുറ്റുമുള്ള മൈതാന പ്രദേശത്ത് ചുറ്റി നടക്കാം. അവിടം അധികവും കൃഷിഭൂമിയല്ല. നദീതീരത്തോടടുത്ത് മരക്കൂട്ടങ്ങളും പുൽപ്പരപ്പുകളും ഈറക്കൂട്ടങ്ങളും കാണാം. അപ്പോൾ പ്രകൃതി നിരീക്ഷകനായി സ്വയം മാറിപ്പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ഉടനെ ഒരു പൊന്തയിൽ നിന്ന് ഒരു കിളി ഉളിച്ചാട്ടും പോലെ പറന്നു പൊങ്ങും. അത് തലയിൽ
പൂവുള്ള തരം മരംകൊത്തിയായിരിക്കും. ഇടയ്ക്കിടെ ശരിയായ മരംകൊത്തിയെയും കാണാം. മാമ്പഴക്കിളികളും വണ്ണാത്തിപ്പുള്ളുകളും പറന്ന് നടക്കുന്നുണ്ടാവും. കുറ്റിക്കാടുകളുടെ നിഴൽ പറ്റി എഴുപുള്ളുകൾ തത്തി തത്തി നടക്കും. ഇതിനെല്ലാം പുറമെ വിശ്രമവേളയ്ക്കൊരു നിഗൂഢ സ്പർശമേൽക്കാൻ പൂങ്കുയിലിൻ്റെ നീണ്ട കൂജനവും ഉയർന്നു കേൾക്കും. ഇതെല്ലാം കണ്ടും കേട്ടും മണിക്കൂറുകൾ ഞാനവിടെ ചെലവഴിച്ചിട്ടുണ്ട്. വിക്ടോറിയ ഹോസ്റ്റലിലെ ജീവിതം കഴിഞ്ഞു വന്ന എനിക്ക് കുടിക്കാൻ കിണറുവെള്ളവും കുളിക്കാൻ മറപ്പുരയും അതുപോലെ മറ്റ് പ്രാകൃതമായ സുഖസൗകര്യങ്ങളും മാത്രമുള്ള സെയ്താപ്പേട്ടിലെ ജീവിതം ആകർഷകമായി തോന്നി. യൗവനാരംഭം ഇങ്ങനെ വരാതെ വണ്ണം കടന്നുപോയി. എന്നാൽ പ്രായപൂർത്തിയെത്തിയ ഒരാളുടെ കർത്തവ്യബോധം മറ്റൊരു കാലത്തും അനുഭവിച്ചിട്ടില്ലാത്തവണ്ണം സമീപ ഭാവിയിൽ നിന്നുകൊണ്ട് എന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. വിക്ടോറിയ ഹോസ്റ്റലിൽ വെച്ച് പുലർത്തിപ്പോന്ന ചില സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ ആ സ്ഥാപനം വിടാറായ കാലത്ത് തികഞ്ഞ പ്രിയത്തിൻ്റെ നിറം കലർന്നു കഴിഞ്ഞിരുന്നു. അക്കാലത്താണ് എനിക്ക് പുരുഷപ്രാപ്തിയുടെയും അതിൻ്റെ സ്വാഭാവികമായ വികാരഭാരത്തിൻ്റെയും രുചി അനുഭവമാകാൻ തുടങ്ങിയത്. സെയ്താപ്പേട്ടിൽ ഇടതൂർന്ന് വളരുന്ന ആര്യവേപ്പുകളുടെ നിഴലിൽ ഉച്ചസമയത്തെ വിശ്രമവേളകളിൽ പോയി കിടന്ന് ആകാശത്തുകൂടി സ്വൈരസഞ്ചാരം ചെയ്യുന്ന മേഘശകലങ്ങളെ നോക്കി രസിക്കുന്നതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഴുകാറുണ്ടായിരുന്നു. അവിടുത്തെ നാട്ടിൻപുറത്തുകാരാകട്ടെ 2000 വർഷത്തോളം പഴക്കമുള്ള നിരന്തരവും നിരന്തരായവുമായ ഒരു ചരിത്രത്തിൻ്റെ ഉടമസ്ഥരായ തനി തമിഴകക്കാരാണ്. സരളശീലരായ കറുത്തു മെലിഞ്ഞ ഇക്കൂട്ടർക്ക് അവരുടെ കീർത്തിയെല്ലാം കവർന്നെടുത്ത ബംഗാളിലെ പടയാളികളോടോ ഉത്തരേന്ത്യയിലെ രജപുത്രന്മാരോടോ ഒരു സാദൃശ്യവും ഇന്ത്യയിൽ പുതുതായി വരുന്നവരുടെ ദൃഷ്ടിയിൽ ഉണ്ടായിരിക്കുകയില്ല. ഇന്നും അർദ്ധനഗ്നരും വൃത്തികെട്ടവരുമായി കഴിയുന്നവരാണെങ്കിലും സ്നേഹിക്കുന്നവരെ എത്ര കാലമായാലും ഇടവിടാതെ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ സ്വഭാവം അവരിൽ കാണാം. ശാന്തരും തികഞ്ഞ ഭക്തരുമായ അവർ മൂകരാണ്. കഷ്ടിച്ച് നഗ്നത മാത്രം മറയ്ക്കാനുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. അവരുടെ ഭാഷയിൽ അതിഘര ശബ്ദമേയില്ല. ഹൂണന്മാരുടെ ഘോര ശബ്ദങ്ങൾ തെക്കേ ഇന്ത്യക്ക് തന്നെ അപരിചിതമാണ്. ഇത്തരം വിനയാന്വിതരായ ജനങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കുക തന്നെ ചെയ്യും. സെയ്താപ്പേട്ടിലെ ജീവിതം എനിക്ക് സുസ്മരണീയമാക്കി തീർത്ത ഇനങ്ങളിലൊന്ന് ഇതായിരുന്നു. തെളിഞ്ഞ രാവുകളിൽ ചിലപ്പോഴെല്ലാം നടത്താറുള്ള നക്ഷത്ര പഠനം, പ്രകൃതി പാഠങ്ങൾ, വിശേഷിച്ചും എനിക്ക് മാതൃകാപാഠമെന്ന നിലയിൽ പഠിക്കാനുണ്ടായിരുന്ന പറവകുലത്തെ പറ്റിയുള്ള പഠനം, സഹവിദ്യാർത്ഥികളിലെ ചില സുഹൃത്തുക്കളെ നഗരത്തിൽ ഉപേക്ഷിച്ചിട്ട് പോന്നതിലുണ്ടായ വിരഹദുഃഖം, അയവിറക്കിക്കൊണ്ട് ചിലവഴിച്ച നീറുന്ന നിമിഷങ്ങൾ, ഇതൊക്കെയാണ് സെയ്താപ്പേട്ടിലെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവങ്ങൾ. അന്ന് 25 വയസ്സ് പ്രായമുള്ള എനിക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട സൗഹൃദം പെൺവർഗത്തിൽപ്പെട്ട ആരോടെങ്കിലും ആയിരുന്നുവെങ്കിലും ഞാൻ അനുഭവിച്ച വിരഹദുഃഖം ആൺവർഗത്തിൻ്റെ പേരിലായിരുന്നു. ഇനിയുമുണ്ട് സെയ്താപ്പേട്ടിനെ സംബന്ധിക്കുന്ന മധുര സ്മരണകൾ. എൻ്റെ നോട്ടത്തിലായിരുന്ന മോഡൽ സ്കൂളിലെ കുട്ടികളിൽ ചിലരുമായുള്ള കായിക വിനോദങ്ങൾ, അവരുമൊത്തുള്ള വിനോദയാത്ര, അവരിൽ നല്ല സംഗീതവാസനയുള്ള 2 പേരെയും കൊണ്ട് ഞാനും ഒരു ചങ്ങാതിയും കൂടി നഗരത്തിലെ വിക്ടോറിയ ഹോസ്റ്റലിലേക്ക് സൈക്കിളിൽ പോയത്, അവരെ കാണാതെ രക്ഷിതാക്കൾ പരിഭ്രാന്തരായിരിക്കുമ്പോൾ വിക്ടോറിയ ഹോസ്റ്റലിലെ മുതിർന്ന വിദ്യാർത്ഥികളുടെ സദസ്സിൽ അവരെ കൊണ്ട് പാട്ട് പാടിച്ച് രസിച്ചത്, ഇങ്ങനെ പോകുന്നു അവയുടെ പട്ടിക. സ്നേഹിക്കുക, ഇടപഴകാനിടയാകുക, എല്ലാവരാലും സ്നേഹിക്കപ്പെടുക, ജീവിതത്തിൻ്റെ മുഴുവൻ ഗതിയും അതിലുള്ള സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് ആന്തരികമായും ബാഹ്യമായും സ്വയം പൊരുത്തപ്പെടുക, കലാപരവും സാഹിത്യപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ എല്ലാ വിഷയങ്ങളിലും ദൈനംദിനം താത്പര്യം വർദ്ധിക്കുക, വലിയ തലക്കെട്ട് മുതൽ അവസാനത്തെ കോളം വരെ ഇടവിടാതെ ദിനപത്രം വായിക്കാനുള്ള ഔത്സുക്യം ഉണ്ടാവുക, അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ഒപ്പിയെടുക്കുക, സാധാരണ രീതിയിൽ ഈ വിവരങ്ങൾ
ബാഹ്യജീവിതത്തെ മാത്രം പോഷിപ്പിക്കാൻ പോന്നവയാണെങ്കിലും ജീവിതത്തിലെ മുഖ്യ താൽപ്പര്യങ്ങളുടെ ഉറവിടമായ അന്തർധാരയെ ചിലപ്പോഴെല്ലാം അത് പുഷ്ടമാക്കുന്നതായി അനുഭവപ്പെടുക. ഇതെല്ലാം എൻ്റെ ഈ ജീവിതഘട്ടത്തെ ആന്തരികമായ വികാസത്താൽ ദിനംപ്രതി സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ഇനങ്ങളാണ്. 1 ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.